കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. മലയോര മേഖലയിലെ ആതുര സേവന കേന്ദ്രമായ തെന്മല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതി. സർക്കാരും HMCയും പഞ്ചായത്ത് നിയമിച്ചിട്ടുള്ള 3 ഡോക്ടർമാരുടെ സേവനമാണ് നിലവിൽ ആശുപത്രിയിലുള്ളത്. വൈകിട്ട് 6 മണി വരെ ആശുപത്രിയുടെ പ്രവർത്തനം വേണമെന്നിരിക്കെ ഉച്ചയ്ക്ക് 12-ന് ശേഷം മിക്കപ്പോഴും ഇവിടെ ഡോക്ടർമാരുടെ സേവനം ലഭിക്കാറില്ലെന്നാണ് പരാതി ഉയരുന്നത്. ഇതുമൂലം തോട്ടം മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ വലിയ ബുദ്ധിമുട്ടിലാണ്. ദേശീയപാത കടന്നു പോകുന്ന തെന്മലയ്ക്കും ആര്യങ്കാവിനുമിടയിൽ മിക്കപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നവർക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കാൻ പോലും ആശുപത്രിയിൽ ആരുമില്ലാത്ത അവസ്ഥയാണ്. പലപ്പോഴും കിലോമീറ്ററുകൾ താണ്ടി പുനലൂരിലോ കുളത്തൂപ്പുഴയിലോ എത്തേണ്ട ഗതികേടിലാണ് തൊഴിലാളികളും നാട്ടുകാരും. ഇത് പട്ടി അടിച്ച കാര്യമാണ്. നമ്മളിപ്പോൾ സമയത്ത് എത്ര മണിയായിട്ടുണ്ട്? 3 മണിയായിട്ടുള്ളൂ. ഇപ്പോൾ 5 മണി വരെയെങ്കിലും മിനിമം ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ കാണേണ്ടത്. ഇതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ഇല്ലാതെ ഇവരിപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ 10-20 കിലോമീറ്റർ കൂടി പോകണം, പുനലൂരിൽ പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ കുളത്തുപുഴയിൽ പോകണം. കുളത്തുപുഴയിൽ പോയാലും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സാധാരണക്കാർക്ക് എല്ലാവരും പറയുന്നത് പട്ടി അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാഥമികമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ പട്ടി പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. 3 മണിക്ക് മുമ്പേ പട്ടി ഒന്ന് കടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്ന് പട്ടി അടിക്കുന്നത്. പട്ടിക്ക് തോന്നുമ്പോഴാണ് നമ്മൾ പട്ടി അടിക്കുന്നത്. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് തരാൻ ഡോക്ടറില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്താണ് ചെയ്യേണ്ടത്? അത് നിങ്ങളൊക്കെ വേണം തീരുമാനിക്കേണ്ട കാര്യം. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. സാധാരണക്കാരെ ആശ്രയിക്കുന്നതാണ് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ നിവൃത്തിയോടുകൊണ്ടാണ് നമ്മൾ ഓടിക്കോട്ട് വരുന്നത്. നമുക്ക് അതിനനുസരിച്ചുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും മറ്റുള്ള കാര്യങ്ങളിലും നമ്മൾ പോകും. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ആശുപത്രി പ്രവർത്തനം ഇത്രയധികം മോശപ്പെടാൻ കാരണമെന്ന് CPM ലോക്കൽ കമ്മിറ്റി അംഗവും DYFI നേതാവുമായ ബിൻസ് ആരോപിച്ചു. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ തെന്മലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഗ്രേഡ് മാറ്റി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി. ഗ്രേഡ് മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2 സർക്കാർ ഡോക്ടറും അതുപോലെ തന്നെ ഒരു താൽക്കാലിക ഡോക്ടറുടെ നിയമനം, പഞ്ചായത്ത് ഇടപെട്ടാണ് ഈ താൽക്കാലിക ഡോക്ടറുടെ നിയമനവും നടത്തുന്നത്. 3 ഡോക്ടർമാരാണ് ഈ ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുന്നത്. എന്നാൽ 12 മണിക്ക് ശേഷം ഒരു ഡോക്ടറെയും ഇവിടെ കാണാനില്ല. നിരവധിയായിട്ടുള്ള രോഗികൾ, ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള രോഗികളാണ് ഇവിടെ വരുന്നത്. ആർക്കും ഡോക്ടറിൻ്റെ സേവനം ലഭ്യമല്ല. 12 മണിയാകുമ്പോഴേക്ക് ഡോക്ടർമാർ ഫീൽഡിൽ പോവുക, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഈ ആശുപത്രി ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള രോഗികളാണ് ഇതുമൂലം ഇവിടെ ബുദ്ധിമുട്ടുകയും വലയുകയും ചെയ്യുന്നത്. ഇവിടുന്ന് 22 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇവിടെ വരുന്ന രോഗികൾ ആശുപത്രിയിലേക്ക്, പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നത്. 22 കിലോമീറ്റർ താണ്ടി വേണം ഇവിടുന്ന് ഒരു ഫസ്റ്റ് എയ്ഡ്, ഒരു അപകടം നടന്നാൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോലും ഇവിടെ ഡോക്ടർമാരില്ലാത്തൊരവസ്ഥയാണ്. ഇനിയും അനാസ്ഥ തുടർന്നാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ബിൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാട്ടുവാർത്ത, തെന്മല.